കണക്കുകൾ പ്രകാരം ഇന്ത്യയിൽ വെള്ളം കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ കൺസ്യൂം ചെയ്യുന്ന ഒരു സംഭവമാണ് ചായ. എൻ്റെ ഈ കണക്കുകളൊക്കെ തെറ്റിച്ചുകൊണ്ട് വെള്ളത്തിനേക്കാളും കൂടുതൽ ചായ കുടിക്കുന്ന ഒരു സംഖ്യ എനിക്കുണ്ട്. ജോക്സ് അപ്പാർട്ട്. അതായത് US ആർക്ക് കോഫി ഉള്ളതുപോലെ ഇന്ത്യക്കാർക്ക് ഇൻഡിജിനിയസ് ആയിട്ടുള്ള ഒരു സംഭവമാണല്ലേ ചായ. നല്ല ഐ ടെൽ യു സം ഹിസ്റ്ററി ബിക്കോസ് ഐ ഡോണ്ട് വാണ്ട് യു ടു ബി ഡംപ്. ബാക്ക് ഇൻ 1800-കളിൽ 1800s ബ്രിട്ടൻ നമ്മളെക്കാട്ടും അഡിക്റ്റ് ആയിരുന്നു അന്ന് മുതൽ. ആൻഡ് അവർ ചായ വാങ്ങുന്നതെന്നുണ്ടെങ്കിൽ ചൈനക്ക് ഇവർക്ക് റിട്ടേൺ ആയിട്ട് ഓപ്യം കൊടുക്കും. എങ്ങനെയാണ് ആ ട്രേഡ് നടന്നിരുന്നത്. അങ്ങനെ ഈ ചായ കൂച്ച് ബ്രിട്ടൻ്റെ എന്ത് ചെയ്തു, ട്രഷറിയൊക്കെ കാലിയായി തുടങ്ങി. ദെൻ ഓപ്പിയം ആണെന്നുണ്ടെങ്കിൽ ചൈന പയ്യെ ബാൻ ചെയ്തു തുടങ്ങി. അങ്ങനെ വന്നപ്പോഴാണ് ഈ പറഞ്ഞ ഓപ്പിയം വാർ നടക്കുന്നത്. ഓർമ്മ ഉണ്ടോ? SSLC പഠിച്ചിട്ടുണ്ട്. ആൻഡ് അങ്ങനെ ബ്രിട്ടന് ഈ ചായ റീപ്ലേസ് ചെയ്യാനായിട്ട് ഒരു മണ്ടന്മാരുമാണ്. ഒബ്വിയസ്ലി നമ്മളെല്ലാം ഉള്ളൂ ഇന്ത്യക്കാർ. അപ്പോൾ അവരെന്ത് ചെയ്തു എന്ന് വെച്ചാൽ ഇന്ത്യയിൽ ആസാമിൽ ഈ പറഞ്ഞ പ്ലാന്റേഷൻസ് ഒക്കെ നടത്തി റോ മെറ്റീരിയൽസ് അങ്ങോട്ട് കൊണ്ടു കൊടുത്തിട്ട് ഫിനിഷ്ഡ് ഗുഡ്സ് അവിടെ പ്രൊഡ്യൂസ് ചെയ്തു. എന്നിട്ട് ഈ ഫിനിഷ്ഡ് ഗുഡ്സ് നമുക്ക് തന്നെ വന്ന് വിറ്റു. ആലോചിച്ച് നോക്കിയേ. എന്നിട്ട് ഇതിനെ പ്രൊമോട്ട് ചെയ്യാനായിട്ട് അവർ എന്ത് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഓഫീസസിൽ ടീ ബ്രേക്സ് ഇൻട്രൊഡ്യൂസ് ചെയ്തു, റെയിൽവേ സ്റ്റേഷനിൽ ചായ കടകൾ ഇൻട്രൊഡ്യൂസ് ചെയ്തു. അങ്ങനെ ഇതിനെ പ്രൊമോട്ട് ചെയ്ത് നമ്മൾ എന്ത് ചെയ്തു, നമ്മുടെ ഓൺ വെർഷൻ ഇറക്കി. പാലൊക്കെ ഒഴിച്ച് കുറച്ച് ഏലക്കായൊക്കെ ഇട്ട് അങ്ങനെ നമ്മുടെ ഓൺ വെർഷൻ ഇറക്കി. ഇതാണ് ഒരു ബ്രീഫ് ഹിസ്റ്ററി ഓഫ് ചായ ഇൻ ഇന്ത്യ. ആൻഡ് ഇതുപോലെ നിങ്ങളുടെ ചായ അഡിക്റ്റ് ആയിട്ടുള്ളൊരു ഫ്രണ്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ മെൻഷൻ ചെയ്ത് ഷെയർ ചെയ്ത് കൊടുക്കുക. See you next time. കണക്കുകൾ പ്രകാരം ഇന്ത്യയിൽ വെള്ളം കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ കൺസ്യൂം ചെയ്യുന്ന ഒരു സംഭവമാണ് ചായ. എൻ്റെ ഈ കണക്കുകളൊക്കെ തെറ്റിച്ചുകൊണ്ട് വെള്ളത്തിനേക്കാളും കൂടുതൽ ചായ കുടിക്കുന്ന ഒരു സംഖ്യ എനിക്കുണ്ട്. ജോക്സ് അപ്പാർട്ട്. അതായത് US ആർക്ക് കോഫി ഉള്ളതുപോലെ ഇന്ത്യക്കാർക്ക് ഇൻഡിജിനിയസ് ആയിട്ടുള്ള ഒരു സംഭവമാണല്ലേ ചായ. നല്ല ഐ ടെൽ യു സം ഹിസ്റ്ററി ബിക്കോസ് ഐ ഡോണ്ട് വാണ്ട് യു ടു ബി ഡംപ്. ബാക്ക് ഇൻ 1800-കളിൽ 1800s ബ്രിട്ടൻ നമ്മളെക്കാട്ടും അഡിക്റ്റ് ആയിരുന്നു അന്ന് മുതൽ. ആൻഡ് അവർ ചായ വാങ്ങുന്നതെന്നുണ്ടെങ്കിൽ ചൈനക്ക് ഇവർക്ക് റിട്ടേൺ ആയിട്ട് ഓപ്യം കൊടുക്കും. എങ്ങനെയാണ് ആ ട്രേഡ് നടന്നിരുന്നത്. അങ്ങനെ ഈ ചായ കൂച്ച് ബ്രിട്ടൻ്റെ എന്ത് ചെയ്തു, ട്രഷറിയൊക്കെ കാലിയായി തുടങ്ങി. ദെൻ ഓപ്പിയം ആണെന്നുണ്ടെങ്കിൽ ചൈന പയ്യെ ബാൻ ചെയ്തു തുടങ്ങി. അങ്ങനെ വന്നപ്പോഴാണ് ഈ പറഞ്ഞ ഓപ്പിയം വാർ നടക്കുന്നത്. ഓർമ്മ ഉണ്ടോ? SSLC പഠിച്ചിട്ടുണ്ട്. ആൻഡ് അങ്ങനെ ബ്രിട്ടന് ഈ ചായ റീപ്ലേസ് ചെയ്യാനായിട്ട് ഒരു മണ്ടന്മാരുമാണ്. ഒബ്വിയസ്ലി നമ്മളെല്ലാം ഉള്ളൂ ഇന്ത്യക്കാർ. അപ്പോൾ അവരെന്ത് ചെയ്തു എന്ന് വെച്ചാൽ ഇന്ത്യയിൽ ആസാമിൽ ഈ പറഞ്ഞ പ്ലാന്റേഷൻസ് ഒക്കെ നടത്തി റോ മെറ്റീരിയൽസ് അങ്ങോട്ട് കൊണ്ടു കൊടുത്തിട്ട് ഫിനിഷ്ഡ് ഗുഡ്സ് അവിടെ പ്രൊഡ്യൂസ് ചെയ്തു. എന്നിട്ട് ഈ ഫിനിഷ്ഡ് ഗുഡ്സ് നമുക്ക് തന്നെ വന്ന് വിറ്റു. ആലോചിച്ച് നോക്കിയേ. എന്നിട്ട് ഇതിനെ പ്രൊമോട്ട് ചെയ്യാനായിട്ട് അവർ എന്ത് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഓഫീസസിൽ ടീ ബ്രേക്സ് ഇൻട്രൊഡ്യൂസ് ചെയ്തു, റെയിൽവേ സ്റ്റേഷനിൽ ചായ കടകൾ ഇൻട്രൊഡ്യൂസ് ചെയ്തു. അങ്ങനെ